പ്രതിപക്ഷ ശ്രീ വി ഡി സതീശൻ നമുക്ക് ശരിയാണ്. ശ്രീ വി ഡി സതീശൻ എന്ത് നീചമായ മാർഗത്തിലൂടെ ജയിക്കാൻ കോൺഗ്രസ് നോക്കുന്നു, UDF നോക്കുന്നു എന്നുള്ളതാണ് CPM ആരോപണം. 6 സ്ക്വാഡ് നടത്തി താഴെ തട്ടില് എല്ലാ വീടുകളിലും കയറി. അതാണ് നീചമായ മാർഗം. വനിതാ നേതാക്കൾ താമസിക്കുന്ന ലോഡ്ജിലെ മുറിയിൽ രാത്രി 12 മണിക്ക് വനിതാ പോലീസ് ഇല്ലാതെ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തിയവരല്ലേ നീചമായ മാർഗം അവലംബിച്ചത്. CPM-കാർ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടിച്ചപ്പോ കോൺഗ്രസുകാരാണ് സ്പിരിറ്റ് കൊണ്ടുവന്ന് പറഞ്ഞ ഈ എക്സൈസ് മന്ത്രിയല്ലേ നീചമായ മാർഗം ഉപയോഗിച്ചത്. പാണക്കാട് തങ്ങളുടെ അടുത്ത് കോൺഗ്രസിൽ ചേർന്ന ഒരാൾ സന്ദർശിക്കാൻ പോയപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയല്ലേ നീചമായ മാർഗത്തിലുള്ളത്. CPM-ഉം BJP-യും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമല്ലേ ഈ പാലക്കാടിലെ ഇലക്ട്രേറ്റിനെ കബളിപ്പിക്കുന്ന നടപടി. അല്ല, KM ഷാജിയും സന്ദീപ് വാര്യരും മുഖ്യമന്ത്രിയെ സംഘി എന്ന് വിളിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് എന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളെ സംഘി എന്നല്ല, അത് ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ രീതിയിൽ പറയും. കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിൽ അവിഹിതമായൊരു ബാന്ധവമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായിട്ടുള്ള കേസുകളാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP RSS നേതാക്കളെ കണ്ടു. ആദ്യം നിഷേധിച്ചു. ഇപ്പം 2 അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി 1-ാം നമ്പർ കാറിൽ കയറാതെ വേറെ കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. ഇതുവരെ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല. BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി. ഇപ്പൊ മന്ത്രിമാര് തന്നെ പൂരം കലക്കി എന്ന് പറയുന്നു. ത്രിതല അന്വേഷണമാണ്. K. സുരേന്ദ്രന്റെ പ്രതിയാകേണ്ടിയിരുന്ന കള്ളപ്പണ കേസ് അതിൽ അദ്ദേഹത്തെ സാക്ഷിയാക്കി മാറ്റി. മഞ്ചേശ്വരം കോഴക്കേസിൽ വിചാരണ ചെയ്യപ്പെടേണ്ട സുരേന്ദ്രനെ മുഖ്യമന്ത്രി ഇടപെട്ട് ഈ കുറ്റപത്രം നിയമവിരുദ്ധമായി വൈകിച്ച് അയാളെ കേസിൽ നിന്ന് വിടാനുമുള്ള സൌകര്യം ഒരുക്കി കൊടുത്തു. വി ഡി സതീശൻ RSS-മായി ബന്ധമെന്ന് പറയുന്നു. വി ഡി സതീശൻ സന്ദീപ് വാര്യരെ കൊണ്ടുവരാൻ നീക്കം നടന്നു പറയുന്നു. വി ഡി സതീശൻ STP ബന്ധമെന്ന് പറയുന്നു. ഈ പ്രതിപക്ഷ നേതാവിന്റെ സെക്യുലർ കണക്ഷൻസിനെ ചോദ്യം ചെയ്യാൻ നീക്കം നടക്കുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് നടക്കുന്നത്? ഒരേ സമയത്ത് സംഘി ബന്ധമുണ്ടെന്നും പറയുക, ഒരേ സമയത്ത് SDPI ബന്ധമുണ്ടെന്നും പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല, ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞങ്ങൾ നയം വ്യക്തമാക്കിയതല്ലേ. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്ന് പറഞ്ഞു ഇല്ലേ? ഒരു കാര്യമില്ല. അത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ചെയ്ത അവസാനം ന്യൂനപക്ഷ വോട്ടും കിട്ടിയില്ല, ഭൂരിപക്ഷ വോട്ടും പോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ CPM ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിലെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആദ്യം PR ഏജൻസിയുടെ നോട്ട്, രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, മൂന്നാമത് ഹിന്ദുവിന്റെ ഇന്റർവ്യൂ. ഇന്നലെ വന്ന് പൊതുയോഗത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഇത്രയും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതും സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാന് ഇന്ന് സുരേന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് എത്രത്തോളം നിർണായകമാണ്? ഞാൻ ലീഡർഷിപ്പിലിരിക്കുമ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ആ ഉത്തരവാദിത്തം ഏൽക്കുന്നു. ഞങ്ങൾ ഉജ്ജ്വലമായി വിജയം നേടും. ഒരു കാലത്തും ഞങ്ങൾ ചെയ്യാത്ത ടീം വർക്കായിരിക്കും ആ വിജയം. അതിനെല്ലാവരും അവകാശപ്പെട്ടവരാണ്. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാജിവെക്കുമെന്ന് കേസ് ചോദിച്ചു. ഞാൻ മറിച്ചാണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. മറിച്ചാണെങ്കിൽ ഞാൻ എടുത്തു പറയും, ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദിത്തം. പാണക്കാട് തങ്ങളെ പിണറായി വിജയൻ അധിക്ഷേപിക്കുന്നത് K. സുരേന്ദ്രന് വേണ്ടിയാണ് എന്ന ഒരു വിഷയം ഇലക്ഷന്റെ ലാസ്റ്റ് ലാപ്പിൽ ചർച്ചയാക്കുന്ന പ്രതിപക്ഷം. കോൺഗ്രസ് പ്രചരണ സമിതി ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ അഭിലാഷ് തോഴങ്കോട്, ഹാഷ്മി താജ് ഇബ്രാഹിം, 24.